ഹലോ, ജാനകിയുടെയും അഭിയുടെയും വീടിൻ്റെ പുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അഭിയും വക്കീലും ചേർന്ന് തമ്പിക്കിട്ട് നല്ലൊരു കെണി ഒരുക്കുന്നുണ്ട്. അതിനെപ്പറ്റിയും പിന്നത്തെ നാളത്തെ പ്രൊമോ റിവ്യൂവിനെ പറ്റിയുമാണ്. കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. അങ്ങനെ തമ്പിയുടെ ഗസ്റ്റ് ഹൗസിൽ വെച്ച് തമ്പിയും സക്കീർ ഹുസൈനും അഭിയും തമ്മിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. ആ മീറ്റിംഗ് അഭി ഒരുക്കിയ തമ്പിക്ക് വേണ്ടിയുള്ള ഒരു കെണി കൂടിയാണ്. തമ്പി പറയുന്നുണ്ട് അഭിയോട്, നീ എന്നെ തോൽപ്പിക്കാൻ കുറേ നകളിച്ചതല്ലേ, ഇപ്പോൾ നീ എൻ്റെ കാല് പിടിക്കാനാ വന്നതെന്ന് എനിക്കറിയാം. എന്നിട്ട് തമ്പി അഹംഭാവത്തിൽ ചോദിക്കുന്നുണ്ട്, എന്താ നിനക്കെന്നെ ബോധ്യപ്പെടുത്താനുള്ളത്? അപ്പോൾ അഭി പറയുന്നുണ്ട്, എനിക്ക് തമ്പിയോട് ഒരു കഥയാണ് പറയാനുള്ളത്, ഒരു പഴയ കഥ, ഒരു പെണ്ണിൻ്റെ കഥ. ആദ്യം ഞാൻ അവരുടെ ഫോട്ടോ ഒന്ന് കാണിക്കാം എന്ന് പറഞ്ഞ് ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഫോട്ടോ കണ്ട് തമ്പി വല്ലാതെ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് അഭി പറയുന്നുണ്ട്, ഇതാണ് കഥയിലെ നായിക. ഇവരെ എവിടെ വെച്ചെങ്കിലും തമ്പി കണ്ടതായി ഓർക്കുന്നുണ്ടോ? അപ്പോൾ തമ്പി പറയുന്നുണ്ട്, എനിക്കറിയില്ല. അന്നേരം അഭി പറയുന്നുണ്ട്, എന്നാ പിന്നെ തുടങ്ങാം അല്ലേ സക്കീർ ഭായ്? അതെ അഭി, നീ കഥ പറയാൻ തുടങ്ങിക്കോളൂ എന്ന് പറയുന്നുണ്ട് സക്കീർ ഭായ്. എന്നിട്ട് അഭി പറയുന്നുണ്ട്, 25 വർഷത്തിന് മുൻപാണ് ഈ കഥ നടക്കുന്നത്. നായികക്കന്ന് ഏകദേശം 22-23 വയസ്സ് പ്രായം മാത്രം. 2 പേര് നടത്തുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിൽ കഥാനായിക അക്കൗണ്ടൻ്റായി എത്തുന്നു. ആ 2 സുഹൃത്തുക്കളിൽ ഒരാൾ ആട്ടിൻ തോലിട്ട ചെന്നായ ആയിരുന്നു. അവസരം കിട്ടിയപ്പോൾ അയാൾ അവളെ അയാളുടെ ക്യാബിനിൽ വെച്ച് ക്രൂരമായി റേപ്പ് ചെയ്തു. ഇതൊക്കെ കേട്ട് തമ്പിക്ക് എന്തൊക്കെയോ ആകുന്നുണ്ട്. എങ്കിലും തമ്പി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാടാ ഇതൊക്കെ എന്നോട് പറയുന്നത്? അപ്പോൾ സക്കീർ ഹുസൈൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നീ ഒന്ന് കേട്ടു നോക്ക് തമ്പി, കഥ ചൂട് പിടിച്ച് വരുന്നതേ ഉള്ളൂ. പിന്നെയും അഭി പറയുന്നുണ്ട്, ഇതൊന്നും മറ്റേ ചങ്ങാതിക്ക് അറിയില്ലായിരുന്നു. എന്തൊക്കെയോ കള്ളക്കഥകൾ അയാൾ പറഞ്ഞുണ്ടാക്കി. അത് വിശ്വസിച്ച് ആ ചങ്ങാതി. പിന്നെ അധികം വൈകാതെ അവളുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു. ആരോരുമില്ലാതെ ഒരു ഓർഫനേജിൽ അഭയം പ്രാപിക്കുമ്പോൾ ആ പാവം ഗർഭിണിയായിരുന്നു. അവൾ ഭീഷണിയാകും എന്ന് കരുതി ആ ചെന്നായി അവിടെയും ചെന്ന് കയറി അവളുടെ മനോനിലയും തെറ്റിച്ചു. ഇതൊക്കെ കേട്ട് തമ്പിയുടെ മുഖം അങ്ങനെ വിളറി വെളുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പ്രൊമോ എപ്പിസോഡാണ്. അതിൽ ആദ്യം കാണിക്കുന്നത് തമ്പിക്ക് ഒരു ഫോൺ കോൾ വരുന്നുണ്ട്. ഹലോ, ആരാടാ നീ? ഏതായാലും ഫോൺ വിളിച്ച് തമ്പിയെ കളിപ്പിക്കുന്നത് വേറെ ആരുമല്ല, നമ്മുടെ സക്കീർ ഹുസൈനും അഭിയുമാണ്. എന്നിട്ട് സക്കീർ ഹുസൈൻ ശബ്ദം മാറ്റി പറയുന്നുണ്ട്, ഞാൻ അച്ഛൻ്റെ മോനാണ് വിശ്വം. അത് കേട്ട് തമ്പിക്ക് ദേഷ്യം വരുന്നുണ്ട്. എന്താടാ പറഞ്ഞത്? ഞാൻ എങ്ങനെയാടാ നിൻ്റെ അച്ഛനാകുന്നത്? അതിന് മറുപടിയായി സക്കീർ കുറച്ച് കരയുന്ന രീതിയിലാണ് പിന്നെ പറയുന്നത്, വർഷം കുറേ ആയില്ലേ, അച്ഛൻ അതൊക്കെ മറന്നു കാണും. രാധാമണി വാരിസ്യാരെ അച്ഛൻ മറന്നു കാണും, എൻ്റെ അമ്മയാണ്. ഇത് കേട്ട് തമ്പി അങ്ങനെ നടുങ്ങുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അഭിയെയും അപർണയെയുമാണ്. അഭി അപർണയോട് പറയുന്നുണ്ട്, നിന്റെ അച്ഛനെ അങ്ങനെ ഒരു പ്രേതം പിടികൂടിയിട്ടുണ്ടെങ്കിൽ അത് വിശ്വൻ എന്ന പ്രേതമായിരിക്കും. തമ്പിക്ക് ചേരുന്ന ടീമാ. അപ്പോൾ അപർണ ചോദിക്കുന്നുണ്ട്, മനസ്സിലായില്ല, എന്താ പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം അഭി പറയുന്നുണ്ട്, ഇനി വിശദീകരിച്ച് തരേണ്ടത് ഞാനല്ല, നിന്റെ അച്ഛനാണ്. നീ നിന്റെ അച്ഛനോട് ചോദിക്ക് ആരാണ് വിശ്വൻ എന്ന്, നിന്റെ അച്ഛൻ പറഞ്ഞു തരും. ഇതും കാണിച്ചുകൊണ്ട് പ്രൊമോ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.